ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടുകരം, ബിൽഡിംഗ് ടാക്സ്, കെട്ടിട നികുതി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോപ്പർട്ടി ടാക്സ് കെ-സ്മാർട്ട് വഴി എങ്ങനെ അടയ്ക്കാമെന്നാണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. കെ-സ്മാർട്ട് വഴി പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, പേയ്മെൻറ്റ് നടത്തുമ്പോൾ റെസിപ്റ്റ് കിട്ടാതെ വന്നാൽ വീണ്ടും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ കെ-സ്മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതുൾപ്പെടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ നോക്കുന്നുണ്ട്. മാത്രവുമല്ല, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെ അടയ്ക്കുന്നതെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ബിൽഡിംഗ് ലിങ്ക് ചെയ്ത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കെ-സ്മാർട്ട് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമൊക്കെയുള്ള പ്രോപ്പർട്ടി ടാക്സ് എന്ന വീട്ടുകരം അടയ്ക്കുന്നതിനായി സന്ദർശിക്കേണ്ട കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തും പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഡയറക്റ്റ് പ്രോപ്പർട്ടി ടാക്സ് ഏതൊരാളുടെ വേണമെങ്കിലും നേരിട്ട് വളരെ ഈസിയായി അടയ്ക്കാവുന്നതാണ്. ഇതിനായി സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴോട്ട് വന്നാൽ നമുക്കിവിടെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന് കാണാം. അവിടെ വീണ്ടും പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ നമുക്ക് സ്മാർട്ട് സെർച്ച് എന്നും അഡ്വാൻസ്ഡ് സെർച്ച് എന്നും രണ്ട് ടാബുകൾ കാണാം. ഇതിൽ സ്മാർട്ട് സെർച്ച് ബിൽഡിംഗ് ലിങ്ക് രജിസ്റ്റർ ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ഐ ഡി വന്നിട്ടുള്ള നോട്ടീസിൽ അതുണ്ടാകും. ആ ബിൽഡിംഗ് ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് തൊട്ടുതാഴെ ടിക്ക് മാർക്ക് കൊടുത്ത് സെർച്ച് ചെയ്ത് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത് അഡ്വാൻസ്ഡ് സെർച്ചാണ്. അഡ്വാൻസ്ഡ് സെർച്ചിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. അതിനുശേഷം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാൽ കോർപ്പറേഷൻ തന്നെയാണ്. മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ. അതൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുത്തതിന് ശേഷം തൊട്ട് വലത് സൈഡിൽ മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഓഡ് ഇയർ എന്നുള്ളത് 1997 ഉണ്ട്, 2013 ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2013 എടുക്കുകയാണ്. അതിനുശേഷം വാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മളുടെ വാർഡിൻ്റെ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യുന്ന ആ ഒരു വാർഡ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബൈ എന്നുള്ളത് ഡോർ നമ്പർ, സബ് നമ്പർ എന്നുള്ളത് തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, അത് വർക്കാവത്തില്ല. ഡോർ നമ്പർ എന്ന വീട്ടു നമ്പർ തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് മെറ്റൽ ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വന്നിട്ടുള്ള നോട്ടീസിലുണ്ടായിരിക്കും, SMS-ലുണ്ടായിരിക്കും. ആ ഡോർ നമ്പർ, വീട്ടു നമ്പരും അതിന് സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം സബ് നമ്പരും കൊടുക്കുക. സബ് നമ്പർ ഒന്നുകിൽ അക്കങ്ങളായിരിക്കും അല്ലെങ്കിൽ അക്ഷരങ്ങളായിരിക്കാം, അത് കൊടുക്കുക. അതിനുശേഷം സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളതിൽ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് താഴോട്ട് വരുന്നത് കാണാം. തുടർന്ന് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് ഐ ഡി ആക്റ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ഡീറ്റെയിൽസ്, ഓണറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏരിയ സ്ക്വയർ മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, സ്ക്വയർ ഫീറ്റിലല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ടാക്സ് ഡ്യൂ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആനുവൽ ടാക്സ് 2193 ടാക്സ് ഡ്യൂ 3227 എന്നും കാണാം. ഇവിടെ കുടിശ്ശിക വന്നിട്ടുണ്ട് ഒരു വർഷത്തെ. മാത്രവുമല്ല സെക്കൻഡ് ഹാഫ് കൂടി കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 3227 കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് കൂടെ വന്നുകൊണ്ട് അടുത്ത കൊല്ലം കുറവായിരിക്കും അടയ്ക്കേണ്ടുന്ന തുക. മാത്രവുമല്ല പീനൽ ഇൻട്രസ്റ്റ്, ഇതിൻ്റെ പലിശ കൂടി അടയ്ക്കേണ്ടതുകൊണ്ട് പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ടാക്സ് ബ്രേക്കപ്പ് കാണിക്കുന്നതാണ്. ഇവിടെ കാണിക്കുന്ന എമൗണ്ടാണ് അടയ്ക്കേണ്ടുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പേപ്പർ ക്ലിപ്പിൻ്റെ സിമ്പിൾ കാണാം. അവിടെ കോപ്പി ചെയ്ത് ഈ പേയ്മെൻറ്റ് ലിങ്ക് വാട്സപ്പ് വഴിയോ ഒക്കെ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തും നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതിനോട് ചേർന്ന് തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു കോളമുണ്ട്. ഈ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് വീണ്ടും നമ്മൾ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ നൗവിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. യെസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. ഇവിടെ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SBI തുടങ്ങി ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ ഉണ്ട്. ഇതിനർത്ഥം ഈ ബാങ്കുകൾ വഴി മാത്രമേ പേയ്മെൻറ്റ് നടത്താവൂ എന്നല്ല. യൂണിയൻ ബാങ്കിൻ്റെ ഉൾപ്പെടെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് അതിനുശേഷം നമുക്ക് സൗകര്യപ്രദമായ ബാങ്ക് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. അങ്ങനെ അതിലൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ വന്ന് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതുപോലെ ഗൂഗിൾ പേ, UPI പേയ്മെൻറ്റ്
സമ്പ്രദായം. അങ്ങനെ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒന്ന് തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്തും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റിന് ശേഷം റീഡയറക്റ്റ് ചെയ്ത് കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് വരികയും ഇവിടെ നമുക്ക് റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ റെസിപ്റ്റിൽ പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയോ ഷെയർ ചെയ്യുകയോ സേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ടുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ ഹോം പേജിൽ വന്ന് പ്രോപ്പർട്ടി ടാക്സ് എടുത്തതിന് ശേഷം പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്നുള്ള ലിങ്ക് എടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ ജില്ലയും അവിടെ ലോക്കൽ ബോഡി എന്നുള്ളിടത്ത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ നമ്മളെ ഗ്രാമപഞ്ചായത്ത് വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ കരകുളം ഗ്രാമപഞ്ചായത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. തിരുവനന്തപുരം ജില്ലയുടെ കരകുളം ഗ്രാമപഞ്ചായത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം കൊടുത്തിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഈ ഒരു സംവിധാനം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് വാർഡ് ഇയറും വാർഡും അതുപോലെ തന്നെ ഡോർ നമ്പറും ഡോർ സബ് നമ്പർ വീട്ടു നമ്പറും വീട്ടിൻ്റെ സബ് നമ്പറും ഒക്കെ കൊടുത്ത് താഴെ വന്ന് സെർച്ച് കൊടുത്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. തുടർന്ന് നേരത്തെ കണ്ടതുപോലെ ഡീറ്റെയിൽസ് ഇവിടെ വരികയും പേ നൗ കൊടുത്ത് ടാക്സ് ബ്രേക്കപ്പ് കാണിക്കുന്നതാണ്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇവിടെ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. ക്വിക്ക് പേയ്മെൻറ്റിലൂടെ ഇതും ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നേരത്തെ പോലെ തന്നെ റെസിപ്റ്റ് കിട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഇവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തിയ സമയത്ത് ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയുണ്ടായി. ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTP കൊടുത്താൽ നമ്മൾ പേയ്മെൻറ്റ് ടൈമിൽ കൊടുത്ത ആ മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ വെരിഫൈഡ് എന്ന് കാണിക്കുകയും അതിനുശേഷം തൊട്ട് താഴെ സെർച്ച് എന്നുള്ള ലിങ്ക് വരും. ആ സെർച്ചിൽ പ്രസ് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ ശ്രമിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.